അട്ടപ്പാടി മധു വധക്കേസിൽ 4ഉം 11 പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതിയും ശരിവെച്ചു. ഹുസൈനെ വെറുതെ വിട്ടതിൽ വലിയ വേദനയുണ്ടെന്ന് മധുവിന്റെ കുടുംബം പ്രതികരിച്ചു. 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമാക്കി ഉയർത്തിയെങ്കിലും 1-ാം പ്രതി മേച്ചേരി ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടു. മധുവിന്റെ അമ്മയ്ക്ക് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും ഉത്തരവുണ്ട്. അട്ടപ്പാടി മധു വധക്കേസിൽ ആകെ ഉണ്ടായിരുന്നത് 16 പ്രതികൾ. വിചാരണ കോടതി 7 വർഷം കഠിന തടവ് വിധിച്ച 13 പ്രതികളിൽ 12 പേർക്ക് ഹൈക്കോടതി ജീവപര്യന്തം തടവും പിഴയും വിധിച്ച് ശിക്ഷ ഉയർത്തി. പക്ഷേ 1-ാം പ്രതി മേച്ചേരി ഹുസൈനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടു. നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ട 4ഉം 11 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ നടപടി ഹൈക്കോടതി ശരിവെച്ചിട്ടുണ്ട്. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മധുവിന്റെ കുടുംബവും സർക്കാരും നൽകിയ അപ്പീലുകളിലാണ് 12 പ്രതികളുടെ ശിക്ഷ 3 ജീവപര്യന്തത്തിലേക്ക് ഉയർത്തിയത്. ശിക്ഷ മുഴുവനും ഒറ്റ ജീവപര്യന്തമായി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. പ്രതികൾക്കെതിരെ നരഹത്യ, തട്ടിക്കൊണ്ടുപോകൽ, SC/ST ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ തുടങ്ങിയവ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി. എന്നാൽ 1-ാം പ്രതി മേച്ചേരി ഹുസൈനെ വെറുതെ വിട്ടത് സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറി. കൂട്ടക്കൂറുമാറ്റം കണ്ട കേരളത്തിലെ അപൂർവം കേസുകളിൽ ഒന്നാണ് മധു മർഡർ കേസ്. വളരെ പ്രാവർത്തികമാക്കാൻ, അതായത് സാങ്കേതികമായിട്ടുള്ള പല തലങ്ങളിലും ഈ സാക്ഷികളെ സ്വാധീനിച്ചുകൊണ്ട് അതിനവർക്ക് ഒരുപാട് സമയം കിട്ടി. അതിനുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യുവാനുള്ള അവസരങ്ങൾ ധാരാളം ഒരുക്കി കൊടുക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആദ്യം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അതിൽ അപ്പോയിന്റഡ് ആയി ഇരുന്ന സമയത്ത് ഏറ്റവും വലിയ വെല്ലുവിളി ഞാൻ നേരിട്ടത് കൂട്ടത്തോടെയുള്ള ഈ കൂറുമാറ്റമാണ് പ്രോസിക്യൂഷനെ ഏറ്റവും കൂടുതൽ അപകടതലത്തിലേക്ക് നയിച്ചത്. ഈ കേസിൽ ഒരാളെയും ശിക്ഷിക്കാൻ തെളിവില്ലെന്ന് പറഞ്ഞ് വെറുതെ വിടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു കേസിൽ പടിപടിയായി ജീവപര്യന്തം വാങ്ങിക്കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലും ഒരു തുടർനാളുകളിൽ നല്ലത് ഉണ്ടാവും എന്നൊരു ശുഭപ്രതീക്ഷയാണുള്ളത്. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. ഒപ്പം നിന്നവർക്ക് നന്ദിയും പറഞ്ഞ് മധുവിന്റെ കുടുംബം. നഷ്ടപരിഹാരമായി 30 ലക്ഷം രൂപ മധുവിന്റെ കുടുംബത്തിന് നൽകാനും ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. ഒരു പ്രതിയെ വെറുതെ വിട്ടു, പിന്നെ വെറുതെ വിട്ടു, ഒരു 500 രൂപയ്ക്ക് വിട്ടു. ഇതെല്ലാം വേദനയില്ല. അവർ ഫുർദിയ, സത്യത്തിൽ ഫുർദിയുള്ളവരെയാണ് ഇങ്ങനെ വിട്ടു. എന്തിനെ വിട്ടു എനിക്കറിയില്ല. ഞാനൊന്നും കച്ചറൊക്കെ ഒന്നിനെ പോയില്ല. ഞാൻ ദൈവത്തിൻ്റെ സഹായം മാത്രമേ എനിക്ക് ഉണ്ടാവുള്ളൂ. ആദ്യം തന്നെ ഞാൻ എൻ്റെ കേരള സമൂഹത്തോട് തന്നെ ഞാൻ നന്ദി പറയുകയാണ്. കാരണം നമുക്ക് ഈ 12 പേർക്ക് ജീവപര്യന്തം മേടിച്ചെടുക്കാൻ നമ്മുടെ വക്കീലന്മാരും എല്ലാവരും നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്നു. നമ്മുടെ കേരള ജനത നമുക്കൊപ്പം നിന്നു. എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ 12 പേർ ഇത്രയും നമ്മളൊന്നും ഇല്ലാതിരുന്ന അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതിന് ഞാൻ തൃപ്തിയാണ്. ഈ 12 പേർക്ക് കാരണം ട്രിപ്പിൾ ജീവപര്യന്തമാണ് കൊടുത്തിട്ടുള്ളത്. തൃപ്തിയാണ്. പിന്നെ ഹുസൈനെ വെറുതെ വിട്ടു, അതിന് നമ്മൾ അപ്പീൽ പോകും. 16-ാം പ്രതി മുനീറിന് നേരത്തെ 3 മാസം തടവായിരുന്നു വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. ഇത് 1 വർഷമായി ഡിവിഷൻ ബെഞ്ച് ഉയർത്തി. ഭക്ഷണം മോഷ്ടിച്ചെന്നാരോപിച്ചായിരുന്നു വനവാസി യുവാവായ മധുവിനെ 2018 ഫെബ്രുവരി 22-ന് ആൾക്കൂട്ടം തല്ലിക്കൊന്നത്. കോടതിയിൽ 24 സാക്ഷികൾ കൂറുമാറിയിരുന്നു. ജനം, കൊച്ചി.